ഇപ്പൊ താങ്കളുടെ ലൈഫിൽ താങ്കളെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്? ഏറ്റവും പേടിക്കുന്ന എന്റെ മദറിനെ സംഭവിക്കാൻ പേടിയുണ്ട്. കാരണം പുള്ളിക്കാർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരും ഇല്ല. എത്ര വയസ്സുണ്ട് ആൾക്ക്? 74 വയസ്സുണ്ട്. പുള്ളിക്കാരത്തിലെ കാലം കഴിഞ്ഞ് എനിക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അണ്ണൻ തന്നെയാണ്? വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അണ്ണൻ തന്നെയാണ്. കുക്കിംഗ് വാഷിംഗ് പുള്ളിക്കാരത്തി ചെയ്യും. പക്ഷേ ഈ ടാക്സ് അടയ്ക്കുക, ബില്ല് അടയ്ക്കുക, അങ്ങനെ പലതും ഉണ്ടല്ലോ. അങ്ങനത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എന്റെ മേലിലാണ്. ഞാനെല്ലാം ചെയ്യുന്നു. എനിക്കിപ്പോ അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അമ്മയും മാത്രമേ ഉള്ളൂ? ഞാനും മാത്രമേ ഉള്ളൂ. അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, PhD ചെയ്യണം, സെലിബ്രിറ്റി ടാക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കണം. പണ്ടും പറഞ്ഞ പോലെ ആകെ ഫ്രൈഡേ മാത്രമാണ് 1:30 പോകുന്നത്. അതായത് ഇത് പെരേരക്ക് രാവിലെ ഒരു വൈകുന്നേരം വരെ ഇത് മാത്രമായിട്ട് നടക്കാം. ഇപ്പൊ പോറുണ്ടോ? സിനിമ കാണാൻ പോറുണ്ടോ? ഇന്നലെ പോയിട്ടായി. രാവിലെ ഒരു വൈകുന്നേരം വരെ പെരേരക്ക് ഇത് മാത്രമേ ഉള്ളൂ. എനിക്കാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അല്ല, ഞാൻ എന്തോ ന്യൂസ് കേട്ടിരുന്നു, അണ്ണനെ വനിതാ തിയേറ്റർ കേട്ടിരുന്നു പറഞ്ഞിട്ട് എന്തോ ന്യൂസ് പോലീസ് കേസ്. അങ്ങനെ നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോയി കാണുന്ന യാതൊരു കുഴപ്പമില്ല. അല്ല, ടിക്കറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അല്ല, ഞാൻ അതിന് ശേഷം അറിഞ്ഞു, ഈ അടുത്തറിഞ്ഞാണ് ടിക്കറ്റ് ഉണ്ടെങ്കിലും ആളെ കയറ്റരുത്. അത് ഒട്ടും അത് ലീഗലി കട്ടല്ല. എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു ടിക്കറ്റ് ഉണ്ടെങ്കിൽ കാണാം, ഒരാളുടെ റിവ്യൂ മാത്രം ബാൻ ചെയ്യാനും പറ്റില്ല. കുറച്ച് കളി കണക്കുണ്ട്, സിനിമാക്കാർ കളിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നിന്ന് കൊടുക്കട്ടെ. ഇപ്പൊ സാന്ദ്ര താമസം ഒതുക്കാൻ നോക്കുന്നില്ലേ, അതുപോലെ നിന്ന് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ സാന്ദ്ര താമസം പറഞ്ഞ ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ? ഞാൻ വിട്ടു. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. ഇപ്പൊ അമ്മ ഇലക്ഷൻ വരാൻ പോവാണ്, അതേപോലെ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇലക്ഷൻ വരാൻ പോവാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ അന്ന് സാന്ദ്ര അത് കോമ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൊടുക്കുന്നമായിരുന്നു. അവര് മത്സരിച്ചാണ് തോപ്പിക്കേണ്ടത്, ഇങ്ങനെയല്ല. അവർ പറഞ്ഞ മുന്നേ സത്യങ്ങളാണ്. ഇപ്പൊ അമ്മാണ് ഓലീസ് പറഞ്ഞാൽ ഓലീസിനെ ആവശ്യമില്ല. അത് തുടങ്ങിയ കാലം മുതലേ പ്രശ്നമാണ്. ഇപ്പൊ പൃഥ്വിരാജിന്റെ ഫാദർ സുകുമാരനിൽ അന്ന് ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. ആ അസോസിയേഷൻ എന്നും പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ 5,000 രൂപ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് 5,000 കൊണ്ടും ജീവിക്കാൻ പറ്റില്ല. ഇത് പ്രശ്നങ്ങൾ മാത്രമേ അമ്മ ഓലീസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന്റെ ആവശ്യമേ ഇല്ല, ഒരു ഗുണവുമില്ല അതുകൊണ്ട്. ഇപ്പൊ ഈ അമ്മയുടെ പ്രസിഡന്റായിട്ട് ഒരു മമ്മൂട്ടി മോഡൽ ഉണ്ടായിരുന്നപ്പോ കുഴപ്പമില്ല. ഇപ്പൊ ഈ പുതിയ ആൾക്കാർ ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഈവൻ ശ്വേതാമേന്റെ കേസ് വളരെ ബാലിശമായ കാര്യമാണ്. സിനിമയിൽ അഭിനയിച്ചത് കഥാപാത്രമാണ്, അതായത് ആളല്ല. അയാൾ കൊടുത്ത കേസ് ഒരു ലോജിക്കില്ലാത്ത കേസാണ്, ഒരു യുക്തിയില്ലാത്ത കേസാണ്. ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റായിട്ട് ആര് വരണം എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ലേഡീസ് വരുന്നെങ്കിൽ ശ്വേതാമേനോട് അങ്ങനെ ആരും വരുന്നെങ്കിൽ നല്ല. കാരണം ഇവിടെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് പോലും ലേഡി അല്ല. പെണ്ണുങ്ങൾ വരട്ടെ, അതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ പ്രൊഡ്യൂസർ അസോസിയേഷനിലാണെങ്കിലോ സാന്ദ്ര താമസം കേട്ടാൽ അവർ വളരെ ജെന്യൂനാണ്. എല്ലാം ജെന്യൂനായിട്ട് അവരവനെയൊക്കെ ഏറ്റവും നല്ലത്. ഇവർ സിനിമയിൽ ഒരുപാട് ലോബികളും കുറെ മെന്റൽ ഗെയിംസും മറ്റും നടക്കുന്നുണ്ട്.